എന്തുകൊണ്ട് കേരളത്തിൽ തുടർച്ചയായി വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുകളും ഉണ്ടാകുന്നു? ആരാണ് ഇതിന് കാരണക്കാർ? നമുക്ക് നമ്മുടെ ചരിത്രങ്ങൾ നോക്കിയാലും ഇതിന്റെ വസ്തുതകൾ ചികഞ്ഞ് നമ്മൾ പോയാലും നമ്മൾ ചെന്ന് നിൽക്കുന്ന കുറേയേറെ ഇടങ്ങളുണ്ട്. ഇപ്പൊ 2026 നമ്മൾ കണ്ട പ്രളയത്തിന് ഭരിക്കുന്ന സർക്കാരാണ് കാരണക്കാർ. കഴിഞ്ഞു പോയ 2018 പ്രളയത്തിന് നമ്മൾ എന്ത് പാഠം പഠിച്ചു? നമ്മൾ ഇത്തരം കുറച്ച് കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ചർച്ചയിൽ എടുക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. നമ്മളിൽ നിന്നും നമ്മൾ തിരയേണ്ടതായിട്ടുള്ള സത്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ ഉണ്ടാകുന്ന പ്രളയങ്ങളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ ഉരുൾപൊട്ടലുകളിലെല്ലാം തന്നെ ആരാണ് കാരണക്കാർ? അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ ഇതിന്റെ ചരിത്രാതീത കാലങ്ങൾ മുന്നേയുള്ള ഒരു വിഷയങ്ങളെ പഠിക്കുവാൻ ശ്രമിച്ചു. യാത്രയിൽ ഞാൻ ആദ്യം ചെന്ന് നിന്നത് 1341 ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിലാണ്. കാരണം അന്ന് നമുക്കറിയാമായിരിക്കും, നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ദുരന്തമുണ്ടായത് ഈ പറയുന്ന 1341 തന്നെയാണ്. അന്ന് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു ടൗൺ മൊത്തത്തിൽ വൈപ്പ് ചെയ്ത് പോവുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ വൈപ്പിൽ എന്ന് പറയുന്ന ഒരു ദ്വീപ് ഉണ്ടായതും ഈ പറയുന്ന ദുരന്തത്തിന് അപ്പുറമാണ്. നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഭൂപടത്തിന് തന്നെ ഒരു രൂപം നൽകിയത് ആ പ്രളയം കൊണ്ട് തന്നെയാണ്. അതായത് നമ്മുടെ ഒന്നടങ്കം നമ്മുടെ കടലും നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ മാറ്റി അന്ന് ഒരു വലിയൊരു ശക്തിയായ ഒരു തിരമാല കടലും കൂടെ പ്രക്ഷുബ്ധമായപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു വലിയൊരു പ്രളയത്തിനാണ് അന്ന് നമ്മളുടെ നാട് സാക്ഷ്യം വഹിച്ചത്. അതാണ് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആദ്യത്തെ പ്രളയം. അപ്പൊ നമ്മളുടെ നാട്ടിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് ഇതൊരു പാഠമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ചരിത്രങ്ങൾ എടുത്ത് നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് 99 വെള്ളപ്പൊക്കമെന്ന്. അതായത് 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് കൊല്ലവർഷം 1099 ഉണ്ടായ വെള്ളപ്പൊക്കത്തിനെയാണ് കൊല്ലവർഷത്തിൽ ഉണ്ടായ വെള്ളപ്പൊക്കം, അതായത് 99 ഉണ്ടായ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. അന്നും ഇതുപോലെ തന്നെ ഒരുപാട് പേരുടെ ജീവനും ഒരുപാട് പേരുടെ സ്വത്തിനും ഒരുപാട് ഭൂപ്രകൃതിക്കും നാശം വിതച്ചുകൊണ്ടാണ് അന്ന് ആ പ്രളയം നമ്മുടെ നാട്ടിലൂടെ കടന്നുപോയത്. അത് ഉണ്ടായത് കൊല്ലവർഷം 1099 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് മാസത്തിലേക്ക് വന്നാൽ 1924 ആ പ്രളയം നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇടങ്ങളിലൂടെ കടന്നുപോയത്. ഇവിടെ നിന്നെല്ലാം തന്നെ നമ്മൾ ഒരുപാട് മാറി, ടെക്നോളജി മാറി, നമ്മളുടെ ഭൂപ്രകൃതി മാറി, നമ്മളുടെ രീതികൾ മാറി, നമ്മുടെ ജീവിത ശൈലികൾ മാറി. ഇവിടെ എവിടെ ആരുടെ ഭാഗത്ത്? ആരാണ് ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ പ്രളയങ്ങൾക്കും ഈ ഉരുൾപൊട്ടലിനും കാരണക്കാർ? ആ ഒരു വിഷയത്തെ തേടി ഞാൻ ചെന്ന് നിന്നപ്പോൾ നമുക്ക് അറിയാം, റീസെന്റ് നമ്മൾ എല്ലാവരും അനുഭവിച്ച 2018 പ്രളയം നമ്മൾ കണ്ടതാണ്. 35 കൂടുതൽ ഡാമുകൾ ഒന്നിച്ചു തുറന്നുവിടുകയും അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ കൂടുതൽ മഴ നമുക്ക് പെട്ടെന്ന് ലഭിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു പ്രളയമാണ് 2018 നമ്മൾ നേരിടേണ്ടി വന്നത്. ഒരുപാട് പേരുടെ ജീവൻ പോയി, ഒരുപാട് പേരുടെ സ്വത്തുക്കൾ നഷ്ടമായി, ഒരുപാട് പേരുടെ ജീവിത രീതിയെ തന്നെ അത് ബാധിച്ചു. അപ്പോൾ ഇതിനെല്ലാത്തിനും കാതലായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്, അല്ലെങ്കിൽ ഈ സംഭവങ്ങൾക്കെല്ലാം തന്നെ, ഇതുണ്ടാകുന്നതിനെല്ലാം തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ. ആ റീസൺ എന്താണ് എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്കറിയാം, കേരളം പൊതുവെ മഴയുടെ ലഭ്യതയിൽ നല്ല ഒന്നാമത്, അല്ലെങ്കിൽ റേറ്റിംഗിൽ നല്ല രീതിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിൽ മഴയുടെ ഒരു അവൈലബിലിറ്റി, അതായത് മഴ കിട്ടുന്നതിന്റെ അളവ് താരതമ്യേന നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. അത് കുറഞ്ഞിട്ടും, അതായത് ഇന്ന് 2026 ഉണ്ടായിട്ടുള്ള ഈ ഫ്ലഡിന്റെയും കൂടെ റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ അളവ് വളരെ കുറവെന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം, റീസെന്റ് നമ്മളുടെ ജനം അനുഭവിച്ച മറ്റൊരു പ്രശ്നമായിരുന്നു KCBയുടെ പവർ കട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നം. അതിന് അവർ പറഞ്ഞിരുന്ന റീസൺ നമ്മുടെ ഡാമുകളിൽ വെള്ളത്തിന്റെ ലഭ്യത കുറവ്, നമുക്ക് ലഭിക്കുന്ന മഴയുടെ അളവ് കുറഞ്ഞത് കൊണ്ടാണ്, നമ്മുടെ ഡാമുകളിൽ വരുന്ന വെള്ളത്തിന്റെ സോഴ്സ് കുറഞ്ഞത് കൊണ്ടാണ് ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടി വന്നത്. അപ്പോൾ ഇതും എല്ലാം കൂടി തമ്മിൽ കൂട്ടി വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. മഴയുടെ ലഭ്യത കുറയുമ്പോഴും ഒരു പർട്ടിക്കുലർ ടൈമിൽ, അതായത് ഈ പറയുന്ന നമ്മുടെ മൺസൂൺ മാസത്തിൽ നമുക്ക് മഴ വളരെ കുറവായിരുന്നു. പക്ഷെ ഈ ഓഗസ്റ്റിൽ പെട്ടെന്നുണ്ടായ, അതായത് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ പെയ്യുന്ന മഴയുടെ അളവിൽ വളരെ കൂടുതലാണ്. അതായത് നമുക്ക് ലഭിക്കുന്ന മഴയുടെ അളവ്, ഒരു സമയത്ത് പെയ്യുന്ന അളവ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ വരുന്ന വെള്ളത്തെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമ്മുടെ നാടുകളിലില്ല.
അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതിന്റെ ഒന്നാമത്തെ മൂലബിന്ദു എന്ന് പറയുന്നതിന് ഒന്നാമത്തെ കാരണക്കാർ ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യർ തന്നെയാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ആദ്യം ഇതിൽ നിന്ന് വേണ്ടത്. കാരണം നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മൾ അനുഭവിക്കുന്ന പ്രളയവും അതുപോലെ തന്നെ ഉരുൾപൊട്ടലുകളും. അതായത് നിങ്ങൾക്കറിയാം, നമ്മുടെ നമ്മൾ നദികളിൽ നിന്നുമുള്ള നമ്മുടെ നദികളെ വറ്റിച്ചുകൊണ്ടും അതുപോലെ തന്നെ നെൽപ്പാടങ്ങൾ നികത്തിക്കൊണ്ടും ഇവിടെ ഫാക്ടറികൾ വരുന്നു, വീടുകൾ വരുന്നു, വാസസ്ഥലങ്ങൾ കണ്ടെത്തുന്നു. നമുക്ക് ഈ പറയുന്ന പോലെ മലകളെ കുന്നുകളെ എല്ലാം ഇടിച്ചു നിർത്തിക്കൊണ്ട് പ്ലാന്റേഷനുകൾ വരുന്നു. അതുപോലെ തന്നെ മലകളിൽ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വരുന്നു. അതെല്ലാം തന്നെ നമ്മുടെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന മരങ്ങൾ അവരുടെ വേര് ഭൂമിയിൽ ആഴ്ന്നു നിന്ന് ഒരു പരിധിയിൽ കൂടുതൽ വെള്ളത്തിന്റെ അളവിനെ നിയന്ത്രിച്ചു നിർത്താൻ അതിന് സാധിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും അവിടെ നിന്ന് വേരുകളെ ഭൂമിയിൽ നിന്നും പിഴുതുമാറ്റി അവിടെ കേന്ദ്രീകൃതമായിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനികൾക്കും അതുപോലെ തന്നെ വൻകിട റിസോർട്ട് മാഫിയകൾക്കും നമ്മുടെ ഭൂമികളെ എഴുതി കൊടുക്കപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് അനുമതി കൊടുക്കുന്ന ഇവിടത്തെ ഒരു സിസ്റ്റത്തിനെയും കൂടെ നമ്മൾ ചോദ്യം ചെയ്യണം. അത് നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ നമുക്ക് കോർണർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല ഇത്. നമ്മൾ ഈ കാലഘട്ടങ്ങൾ, അതാണ് ഞാൻ നിങ്ങളോട് ചരിത്രാതീത കാലം മുതൽ നമുക്ക് ഈ ഹിസ്റ്ററി എടുത്ത് സംസാരിക്കണമെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ മുന്നിൽ കണ്ട, നമ്മൾ ഫേസ് ചെയ്ത, നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഇവിടെ മാറി മാറി വന്ന ഇവിടുത്തെ പല സർക്കാരുകൾ ഇതിന് കാരണക്കാർ തന്നെയാണ്. കാരണം ഇതിനെല്ലാം അനുമതി കൊടുക്കുന്ന, ഇവിടുത്തെ തോടുകൾ നികത്താനും ഇവിടുത്തെ പാടങ്ങൾ നികത്താനും ഇവിടുത്തെ മലയും കുന്നുകളും ഇടിച്ചു മാറ്റി അവിടെ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ കൊടുക്കുവാനും ഇതിന് അനുമതി കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ മുന്നിൽ ഇവിടെയുണ്ട്. ആ സിസ്റ്റമാണ് തിരുത്തപ്പെടേണ്ടത്. ആ സിസ്റ്റമാണ് നമ്മളെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇതിനൊരു സൊല്യൂഷനാണ് നമുക്കിനി വേണ്ടത്. ഈ കഴിഞ്ഞ 2026 ഇപ്പൊ റീസെന്റ് നമ്മൾ അനുഭവിച്ച ഫ്ലഡിൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. 2019 പെയ്ത പ്രളയത്തിൽ വന്ന മണ്ണ് ഇന്നും നദികളിൽ കുമിഞ്ഞു കിടക്കുന്നുണ്ട്, അത് കോരി മാറ്റിയിട്ടില്ല. നിങ്ങൾ ചിന്തിക്കുക, നദികളിൽ അന്ന് വന്ന വേസ്റ്റും ചെളിയും അങ്ങനെ തന്നെ കിടക്കുമ്പോൾ ആ ഒരു ഒക്യുപ്പൻസി, വെള്ളത്തെ ഹോൾഡ് ചെയ്യാനുള്ള ഒക്യുപ്പൻസിയിൽ ഈ പറയുന്ന അവശിഷ്ടങ്ങൾ വന്ന് നിലനിൽക്കുമ്പോൾ പിന്നെയും അതിലേക്ക് വരുന്ന വെള്ളത്തിന് ഹോൾഡ് ചെയ്യേണ്ട സ്പേസ് വളരെ കുറവായിരിക്കും. ബാക്കി വരുന്ന ജലം അത് മനുഷ്യർ താമസിക്കുന്ന, മനുഷ്യയോഗ്യമായ, മനുഷ്യർ വസിക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു പോകുന്നു. അവിടെ അവർക്ക് അവരുടെ സ്വപ്നങ്ങളിലേക്ക്, അവർ ഇന്ന് വരെ നാള് വരെ സമ്പാദിച്ചു വെച്ച അവരുടെ ആ ഒരു സ്വപ്നത്തിലേക്കാണ് ആ വെള്ളം പെട്ടെന്ന് ഇടിച്ചു കയറുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡാമുകളുടെയും അവസ്ഥ. ഡാമുകളിൽ കുമിഞ്ഞു കിടക്കുന്ന അവശിഷ്ടങ്ങൾ, വേസ്റ്റുകൾ, ഈ പറയുന്ന പോലെ ചെളികൾ, ഇതെല്ലാം തന്നെ അതിന്റെ ഒക്യുപ്പൻസിനെയും ബാധിക്കുന്നുണ്ട്. അവിടെ ഹോൾഡ് ചെയ്യുന്ന വെള്ളത്തിനെയും അത് ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ് ഇവിടെ വേണ്ടത്. ആ സിസ്റ്റത്തിന്റെ പിടിപ്പേട് കൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക്, സാധാരണക്കാരുടെ സ്വപ്നത്തിലേക്കാണ് ഈ ഓരോ പ്രളയങ്ങളും വന്ന് ഭവിക്കുന്നത്. കാരണം നമ്മളിന്ന് പേടിക്കണം, നമ്മളിന്ന് ഭയക്കണം. ഓരോ മഴയും ഓരോ സീസണായി വന്ന് പെയ്യുമ്പോൾ മലയാളികൾ ഇന്ന് ഭയക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് ഇവിടെ ക്രിയാത്മകമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. ഒരു ആപത്തുണ്ടായിട്ട് അതിനൊരു സൊല്യൂഷൻ കാണുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് ആ ആപത്തിനെ തടഞ്ഞു നിർത്തുന്ന ക്രിയാത്മകമായ ഒരു സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ മുന്നിൽ ലോകരാഷ്ട്രങ്ങൾ, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല മഴ ലഭിക്കുന്നത്, ലോകത്തിന്റെ തന്നെ പല കോണുകളിൽ പലയിടങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട്. നമ്മുടെ മുന്നിൽ മാതൃകയായി നിൽക്കുന്ന ഒരു രാജ്യമുണ്ട് നമുക്ക്, ജപ്പാൻ എന്ന് പറയുന്നത്. ജപ്പാൻ മോഡൽ എന്ന് നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഒരു സർക്കാർ അവിടെ പോയി അവരുടെ ചില രീതികളെ പഠിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എത്രമാത്രം ഇവിടെ ബലവത്തായിട്ട് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഒപ്പിട്ട് പോകുന്ന പേപ്പറുകളും ഒപ്പിട്ട് വെക്കുന്ന ലിസ്റ്റിൽ പെടുന്ന എന്താ പറയുക പ്രകടനങ്ങളും മാത്രമല്ലാതെ ഇതൊക്കെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് ഇവിടുത്തെ ജനം കാണുന്നില്ല. ഇതെല്ലാം തന്നെ പേപ്പറിൽ ഒതുങ്ങുന്നു, ഇതെല്ലാം തന്നെ ഓരോ പ്രോജക്റ്റുകളിൽ ഒതുങ്ങുന്നു. ഈ പ്രോജക്റ്റുകൾക്ക് ഇവിടുത്തെ സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കോടികളാണ്. ആ ഇൻവെസ്റ്റ് ചെയ്ത കോടികളിൽ നിന്നുകൊണ്ട് ജനത്തിന് ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വളരെ നശിച്ചു പോകുന്നു. നമുക്ക് ഇവിടെ കുമിഞ്ഞുകൂടുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവരുന്ന ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഒരുപാട് ഫണ്ട് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിനൊരു സൊല്യൂഷൻ ഇവിടെ ഒരിടവും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഈ ഒരു പ്രശ്നത്തിന്റെ മൂലബിന്ദു എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടെത്തണം. ഇതിന്റെ തുടക്കം എവിടെയാണ്, ഈ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് മുൻകരുതൽ എടുക്കണമെന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ജനം തിരിച്ചറിയേണ്ടത്. അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാർ നമ്മുടെ മുന്നിലുണ്ട്. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് മാത്രമേ ഈ ഒരു പ്രശ്നത്തിന്റെ ബേസ് എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ്
ആ ബേസിനെ ആദ്യം സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ വരും വർഷങ്ങളിൽ ഒരു മഴ ഉണ്ടാവുമ്പോൾ ഒരു മലയാളിയും പേടിക്കാതിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവത്തുള്ളൂ. കാരണം ഇന്ന് മഴയെന്ന് കേൾക്കുമ്പോൾ മലയാളിക്ക് ഭയമാണ്. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന് മേലെ ഒരു വലിയ വാളായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു ഡാം ഉണ്ട്. ആ ഡാമിനെ കുറിച്ചുള്ള വിഷയം ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ തുടർച്ചയായി ഉണ്ടായിരിക്കുന്ന ഈ പ്രളയങ്ങളുടെയും ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുന്നുകൾ ഇടിച്ചു നിരത്തുമ്പോൾ അതിനെ വേരിൽ നിന്നും സസ്യജാലങ്ങൾ എടുത്ത് ഭൂമിയിൽ നിന്നും മാറ്റി അവിടെ വൻകിട ഫാക്ടറികൾക്കും അല്ലെങ്കിൽ വൻകിട റിസോർട്ട് മാഫിയകൾക്കും അവിടെ ഒരു സ്പേസ് കൊടുക്കുന്ന ആ പേപ്പറിൽ ഒപ്പിടുന്ന ഇവിടുത്തെ സിസ്റ്റത്തെ തിരുത്തേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സർക്കാർ തന്നെ ആയിരിക്കണം. സർക്കാരിന് മാത്രമേ അതിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി വേണ്ടത് പ്രതിഷേധങ്ങളോ അതിനുവേണ്ടി വേണ്ടത് ധരണകളോ അല്ല. അതിനുവേണ്ടി വേണ്ടത് ക്രിയാത്മകമായി വർക്ക് ചെയ്യുന്ന ഒരു സർക്കാരാണ്. അവർ തിരിച്ചറിയണം. കാരണം ജനം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ജനത്തിന്റെ വേദന, വിഷമങ്ങൾ എല്ലാം തിരിച്ചറിയണം.